Hello students, let us move on to the next topic, which is drivetrain. Drivetrain of a motor vehicle is the group of components that deliver power to the driving wheels. So വീൽസിലോട്ട് പവർ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് കമ്പണൻസ് ആണ് ഡ്രൈവ് ട്രെയിൻ. അതായത് മെക്കാനിക്കൽ കമ്പണൻസ് ആണ്. സോ ഇതിൽ നമ്മൾ എൻജിൻ മോട്ടറൊന്നും ഡ്രൈവ് ട്രെയിൻ ആയിട്ടല്ല പറയുന്നത്. ഓക്കെ, എൻജിനും മോട്ടറൊക്കെ പവർ സോഴ്സസ് ആണ്. ഡ്രൈവ് ട്രെയിനായിട്ട് എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഇനി അടുത്ത സ്ലൈഡ്സിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഡ്രൈവ് ട്രെയിനിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ എൻജിൻ മെക്കാനിക്കൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ പവറിനെ വീൽസിലോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പം വീൽസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സർട്ടൺ നമ്പർ ഓഫ് കമ്പണൻസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ കമ്പണൻസിനെയാണ് നമ്മൾ ഡ്രൈവ് ട്രെയിൻ എന്ന് പറയുന്നത്. ഈ എൻജിനും വെഹിക്കിളിൻ്റെ വീലും തമ്മിൽ ഒരു ഡിസ്റ്റൻസിലായിരിക്കും ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ പവറിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി കുറച്ച് കമ്പണൻസ് യൂസ് ചെയ്യേണ്ടി വരും. ഷാഫ്റ്റും ലോങ് ഷാഫ്റ്റൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ അങ്ങനെയുള്ള കമ്പണൻസ് ഒക്കെയാണ് ഡ്രൈവ് ട്രെയിനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി അതുകൂടാതെ എൻജിൻ്റെ സ്പീഡും വീൽസിൻ്റെ സ്പീഡും തമ്മിൽ ഡിഫറൻസ് കാണും. അപ്പം അത് മാച്ച് ചെയ്യുന്നത്, അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള സ്പീഡിലോട്ട് വീൽസിന് കൊടുക്കുന്നത് ഗിയർ വെച്ചിട്ടാണ്. ഡിഫറൻഷ്യൽ സിസ്റ്റത്തിൽ കുറേയധികം ഗിയർ ഉണ്ട്. സോ ആ ഗിയറാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സ്പീഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. കൺവെൻഷണൽ വെഹിക്കിളിൽ 4 ടൈപ്സ് ഓഫ് ഡ്രൈവ് ട്രെയിൻ ഉണ്ട്. റെയർ വീൽ ഡ്രൈവ് RWD, ഫ്രണ്ട് വീൽ ഡ്രൈവ് FWD, ഓൾ വീൽ ഡ്രൈവ് AWD and 4 wheel drive 4WD. First one, rear wheel drive or RWD. In rear wheel drive, power is transferred to the rear wheels to move the car. അതായത് ആ ബാക്കിലുള്ള 2 വീൽസിനാണ് പവർ റെയർ വീൽ ഡ്രൈവിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇത് ഫ്രണ്ട് വീൽ ഡ്രൈവിനേക്കാളും കുറച്ചുകൂടെ അഡ്വാൻറ്റേജസ് ആണ്. അതായത് ഇറ്റ് ഡിസ്ട്രിബ്യൂട്ട്സ് വെയ്റ്റ് മോർ ഈക്വലി ടു ഈച്ച് ടയർ വിച്ച് ഇൻ ടേൺ പ്രൊവൈഡ്സ് ബെറ്റർ സ്റ്റിയറിംഗ് ആൻഡ് ഹാൻഡ്ലിംഗ്. പിന്നെ അതുകൂടാതെ റെയർ വീൽ ഡ്രൈവ് ഓഫേഴ്സ് സുപ്പീരിയർ ബ്രേക്കിംഗ് കമ്പയർഡ് ടു ഫ്രണ്ട് വീൽ ഡ്രൈവ് വെഹിക്കിൾ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റെയർ വീൽ ഡ്രൈവിൽ ജോബ്സ് ഓഫ് സ്റ്റിയറിംഗ്, അതായത് 2 കാര്യങ്ങൾ, സ്റ്റിയറിങ്ങും അതുകൂടാതെ വെഹിക്കിളിനെ ഡ്രൈവ് ചെയ്യേണ്ട 2 കാര്യങ്ങളും ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ആ ബാക്ക് സൈഡിലുള്ള വീല് വെച്ചിട്ട് ആണ് വെഹിക്കിൾ മൂവ് ചെയ്യുന്നത്. ഓക്കെ, അതുകൂടാതെ സ്റ്റിയറിങ്ങിന് വേണ്ടി ചെയ്യുന്നത് ഫ്രണ്ട് വീലാണ് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം, അതായത് ഒരു വെഹിക്കിൾ ടേൺ ചെയ്യുമ്പം ആദ്യം, അതായത് ഇപ്പോൾ നമുക്ക് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ടേൺ ചെയ്യുമ്പം ആദ്യം ടേൺ ആവുന്നത് ഫ്രണ്ട് വീലാണ്. സോ റെയർ വീൽ ഡ്രൈവ് ട്രെയിൻ നോക്കുമ്പോൾ ഇവിടെ ആ ഒരു സ്റ്റിയറിങ്ങും വെഹിക്കിൾ ഡ്രൈവ് ചെയ്യേണ്ട ആ 2 ജോബ്സ് ഇവിടെ ഷെയർ ചെയ്ത് പോകുന്നുണ്ട്. അതായത് വെഹിക്കിളിനെ ഡ്രൈവ് ചെയ്യുന്നത് ബാക്ക് സൈഡിലുള്ള വീലും ഫ്രണ്ടിലുള്ള വീൽ യൂസ് ചെയ്ത് നമുക്ക് സ്റ്റിയറിംഗ് പേർപ്പസിന് യൂസ് ചെയ്യാം. പക്ഷേ ഫ്രണ്ട് വീൽ ഡ്രൈവ് കാർസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇവിടെ ആ 2 ജോബ്സും ഫ്രണ്ട് വീൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് വെഹിക്കിളിനെ ഡ്രൈവ് ചെയ്യേണ്ടതും അതുകൂടാതെ സ്റ്റിയറിംഗ് ചെയ്യുന്നതും ആ ജോബ് ചെയ്യുന്നത് ഫ്രണ്ട് വീൽ ഡ്രൈവാണ്. So these are the some of the cars which uses rear wheel drive. Lexus IS series and BMW 3 series, അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. Rear wheel drive train consists of the following main parts: transmission, drive shaft and differential. സോ ഇത് റെയർ വീൽ ഡ്രൈവ് ആണ്. സോ ഇതാണ് ബാക്ക് സൈഡ് ഓഫ് ദ വെഹിക്കിൾ. അപ്പം ഈ ബാക്കിലുള്ള വീൽസിലാണ് പവർ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പവർ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡ്രൈവ് ട്രെയിൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ട്രാൻസ്മിഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഡ്രൈവ് ഷാഫ്റ്റ്, ഡിഫറൻഷ്യൽ. ഇപ്പോൾ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റിലോട്ട് ആദ്യം കണക്ട് ചെയ്തിരിക്കുന്നത് ട്രാൻസ്മിഷനാണ്. അതിനുശേഷം ഈ റെയർ വീൽ ഡ്രൈവിൻ്റെ കേസിൽ എൻജിൻ ഫ്രണ്ട് സൈഡിലും ബാക്കിലുള്ള വീൽസിനെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. സോ ആ പവർ നമുക്ക് അത്രയും ഡിസ്റ്റൻസിൽ ട്രാൻസ്ഫർ ചെയ്യേണ്ട
ആവശ്യമുണ്ട്. അതിനു വേണ്ടിയാണ് നമ്മൾ ഡ്രൈവ് ഷാഫ്റ്റ് യൂസ് ചെയ്യുന്നത്. ഡ്രൈവ് ഷാഫ്റ്റിനെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് എന്നും പറയും. ഇനി ലാസ്റ്റ് വണ്ണാണ് ഡിഫറൻഷ്യൽ. ഡിഫറൻഷ്യൽ യൂസ് ചെയ്തിട്ടാണ് ആ രണ്ട് വീലിനും ടോർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. സോ ഇത് റെയർ വീൽ ഡ്രൈവിൻ്റെ 3 പാർട്സാണ് ഈ പറഞ്ഞത്. ഇനി അതുകൂടാതെ ആക്സിലുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഡിഫറൻഷ്യലിന് ശേഷം വീലിലോട്ട് കണക്ട് ചെയ്യുന്ന ഈ പോർഷനെയാണ് നമ്മൾ ആക്സിൽ എന്ന് പറയുന്നത്. ഈ പോർഷനും ട്രാൻസ്മിഷൻ, it controls the amount of power that goes from your engine to your wheels. In rear wheel drive cars, the transmission is attached to the rear of the engine by using a flywheel. The transmission takes the spinning movement, the torque from the engine's crankshaft and passes it along. The transmission ആണ് വീലിന് എത്ര എമൗണ്ട് ഓഫ് പവർ കൊടുക്കണം എന്ന് കൺട്രോൾ ചെയ്യുന്നത് ട്രാൻസ്മിഷൻ ആണ്. അപ്പോൾ റെയർ വീൽ ഡ്രൈവ് കാറിൻ്റെ കേസിൽ എൻജിൻ്റെ ബാക്ക് സൈഡിലായിരിക്കും ട്രാൻസ്മിഷൻ കണക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷമാണ് ട്രാൻസ്മിഷൻ വഴി ഡ്രൈവ് ഷാഫ്റ്റ് വഴി വീലിന് പവർ ചെയ്യുന്നത്. അപ്പം ഈ ട്രാൻസ്മിഷൻ, അതായത് നമുക്കറിയാം IC എൻജിൻ്റെ കേസിൽ ഫ്യൂവൽ കൊടുക്കുമ്പം അവിടെ പിസ്റ്റണിന് ഒരു റെസിപ്രോക്കേറ്റിംഗ് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നു. ആ റെസിപ്രോക്കേറ്റിംഗ് മൂവ്മെൻറ്റ് റോട്ടറി മൂവ്മെൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത ശേഷമാണ് വീലിനെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ടോർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ട്രാൻസ്മിഷനാണ്. എൻജിനിൽ നിന്നുള്ള ടോർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ട്രാൻസ്മിഷനാണ്. അടുത്തതാണ് ഡ്രൈവ് ഷാഫ്റ്റ്. ഡ്രൈവ് ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ട്രാൻസ്മിഷനിൽ നിന്ന് നമുക്ക് ഡിഫറൻഷ്യലിലോട്ട് ടോർക്ക് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡ്രൈവ് ഷാഫ്റ്റ്. ഡ്രൈവ് ഷാഫ്റ്റിനെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് എന്നും പറയും. അതായത് ഇവിടെ നമുക്കറിയാം റെയർ വീൽ ഡ്രൈവാണ്, അതിലുള്ള വീൽസിനാണ് പവർ കൊടുക്കേണ്ടത്. അപ്പം ആ ഒരു ഡിസ്റ്റൻസ് വരുന്നുണ്ട്. എൻജിൻ ഫ്രണ്ടിലാണ്, ബാക്ക് സൈഡിലാണ് ഉള്ള വീൽസിനെയാണ് നമുക്ക് പവർ ചെയ്യേണ്ടത്. അപ്പോൾ അത്ര ഒരു ഡിസ്റ്റൻസ് വരുന്നുണ്ട്. ആ ഡിസ്റ്റൻസിന് ആ ഒരു കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്, ആ പവർ കൊടുക്കാൻ വേണ്ടിയുള്ള കണക്ഷനാണ് ഡ്രൈവ് ഷാഫ്റ്റ് അല്ലെങ്കിൽ പ്രൊപ്പല്ലർ ഷാഫ്റ്റ്. The drive shaft is a spinning tube that connects to the rear of the transmission and transmits the spinning power that begin in the engine to the back of the vehicle at the differential. അപ്പം ഈ ഡ്രൈവ് ഷാഫ്റ്റ് കണക്ട് ചെയ്യുന്നത് ഒരു യു ജോയിൻറ്റ് യൂസ് ചെയ്തിട്ടാണ് ഡ്രൈവ് ഷാഫ്റ്റ് കണക്ട് ചെയ്യുന്നത്. അതായത് ഒരു അപ്പ് ആൻഡ് ഡൗൺ മോഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് യു ജോയിൻറ്റ് കൊടുത്തിരിക്കുന്നത് ഡ്രൈവ് ഷാഫ്റ്റിൽ. അടുത്തത് ഡിഫറൻഷ്യലാണ് ലാസ്റ്റ് പാർട്ട്. അപ്പം ഇൻ ബിറ്റ്വീൻ 2 റെയർ വീലിന് ഇടയ്ക്കാണ് ആ ഡിഫറൻഷ്യൽ കണക്ട് ചെയ്തിരിക്കുന്നത്. The differential transfers torque causing them to spin, which in turn moves the car. അടുത്തത് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. Front wheel drive. All the components of the drivetrain, transmission, differential, drive shaft are in the front of the car. അപ്പം എല്ലാ കമ്പോണൻസും ഇവിടെ ഫ്രണ്ടിലാണ് വരുന്നത്, കാറിൻ്റെ ഫ്രണ്ടിലാണ്. അതുകൂടാതെ ഫ്രണ്ട് വീൽസിനെയാണ് ഫ്രണ്ട് വീൽ ഡ്രൈവ് ചെയ്യുന്നത്. ഓക്കെ, പവർ ചെയ്യുന്നത്. എല്ലാ കമ്പോണൻസും ഇവിടെ ഫ്രണ്ട് സൈഡിലാണുള്ളത്. അപ്പം എൻജിൻ ഇവിടെ സൈഡ് വേസിലാണ് അറേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫേഴ്സ് എൻജിൻ പ്ലേസ്മെൻറ്റിനാണ് ഇതിനെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വെഹിക്കിളിനെ ഒന്നെങ്കിൽ അത് സ്മോളർ ആൻഡ് ലൈറ്റർ ആക്കാം, അല്ലെങ്കിൽ അതായത് ആ റിക്വയർമെൻറ്റ് അനുസരിച്ച് കാറിനെ ബിഗർ ആക്കാം. ഓക്കെ, അപ്പം മോസ്റ്റ് ഓഫ് ദ മിനി വാൻസ് യൂസസ് ഫ്രണ്ട് വീൽ ഡ്രൈവ്. സോ ഫ്രണ്ട് വീൽ ഡ്രൈവ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ 2 ജോബ്സ് ഫ്രണ്ട് വീൽ ഡ്രൈവിന് ചെയ്യാനുണ്ട്. അതായത് വെഹിക്കിളിനെ മൂവ് ചെയ്യണം ഫ്രണ്ട് വീലിന്, അതുകൂടാതെ സ്റ്റിയറിംഗ് പർപ്പസിനും ഫ്രണ്ട് വീൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 ജോബും ഇവിടെ ഫ്രണ്ട് വീൽ ഡ്രൈവാണ് യൂസ് ചെയ്യുന്നത്, ഫ്രണ്ട് വീലാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ട്രാക്ഷൻ ബെനിഫിറ്റ്, ലോവർ സ്പീഡിൽ ട്രാക്ഷൻ ബെനിഫിറ്റ് കിട്ടും. ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതായത് ഒരു വെഹിക്കിളിന് ബെറ്റർ ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ട്രാക്ഷൻ is the friction between a drive wheel and the road surface. ആ വീലും റോഡ് സർഫസും തമ്മിലുള്ള ഫ്രിക്ഷനെയാണ് വെഹിക്കിൾ ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം ട്രാക്ഷൻ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു റോഡ് ഗ്രിപ്പ് ലോസ് ആവും. ഓക്കെ, അപ്പം ഇവിടെ ലോവർ സ്പീഡിലാണെങ്കിൽ ഫ്രണ്ട് വീൽ ഡ്രൈവ് ബെറ്റർ ട്രാക്ഷൻ പ്രൊവൈഡ് ചെയ്യും. ഹയർ സ്പീഡ്സിന് റെയർ വീൽ ഡ്രൈവാണ് ബെറ്റർ ട്രാക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്.
ഇനി ഇവിടെ നമുക്കറിയാം എല്ലാ കമ്പോണൻസും ഫ്രണ്ടിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ ആ കമ്പോണൻസിനെ അതായത് ആ ലോങ് ഷാഫ്റ്റ് ഒന്നും നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ട്രാൻസ്മിഷനെ പറയുന്നതാണ് ട്രാൻസ് ആക്സൽ, പിന്നെ ഹാഫ് ഷാഫ്റ്റ്, ഇതൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രാൻസ് ആക്സൽ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് എ ട്രാൻസ്മിഷൻ മോസ്റ്റ് ഫ്രണ്ട് വീൽ ഡ്രൈവ് ട്രെയിൻസ് ഹാവ് എ ട്രാൻസ് ആക്സൽ. A transaxle combines the transmission and differential into one single unit. Some sports cars use transaxles on rear wheel drivetrains for even weight distribution. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ട്രാൻസ്മിഷനെയും ഡിഫറൻഷ്യലിനെയും ഇവിടെ കമ്പൈൻ ചെയ്ത് ട്രാൻസാക്സൽ എന്നുള്ള പാർട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ റിയർ RWDയിൽ ഒരു ലോങ് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് കണ്ടായിരുന്നു, ഡ്രൈവ് ഷാഫ്റ്റ് കണ്ടായിരുന്നു. ഇവിടെ അത്രയും ലോങ് ആയിട്ടുള്ള പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ആവശ്യമില്ല. അപ്പം അവിടെ ആ ഒരു കമ്പണിന് പകരം ഇവിടെ യൂസ് ചെയ്യുന്നത് ഹാഫ് ഷാഫ്റ്റാണ്. ഓക്കെ, ലെങ്ത് കുറവുള്ള ഹാഫ് ഷാഫ്റ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കാരണം എൻജിൻ ഫ്രണ്ട് പോർഷനിലാണ്, ഫ്രണ്ടിലുള്ള വീലിനെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പം ആ ടോർക്ക് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി അത്ര ചെറിയൊരു ഷാഫ്റ്റ് മതി. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഹാഫ് ഷാഫ്റ്റ്. As all the components of the drivetrain are in the front of the car, front-wheel drive vehicles don't need long drive shafts to transfer torque to the wheels. Instead, a half shaft connects from the transaxle to the wheel assembly. Half shaft transaxle connect ചെയ്യുന്നത് CV joint യൂസ് ചെയ്തിട്ടാണ്. CV joint യൂസ് ചെയ്യുന്നത് ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ്. കാരണം ഇവിടെ ആ ഫ്രണ്ട് വീലാണ് രണ്ട് പർപ്പസിന് യൂസ് ചെയ്യുന്നത്. വെഹിക്കിളിനെ മൂവ് ചെയ്യാനും അതുകൂടാതെ സ്റ്റിയറിംഗ് പർപ്പസിന് യൂസ് ചെയ്യുന്നത് ഫ്രണ്ട് വീലാണ്. അത് ദീസ് ആർ സം ഓഫ് ദ കാർസ് വിച്ച് യൂസസ് FWD. നെക്സ്റ്റ് വൺ ഓൾ വീൽ ഡ്രൈവ്. 4 വീലിനും ഇവിടെ പവർ കൊടുക്കുന്നുണ്ട് ഓൾ വീൽ ഡ്രൈവിൽ. ഓൾ വീൽ ഡ്രൈവ്സ് ആണ് സ്ലിപ്പറി റോഡ്സിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ. ഓൾ വീൽ ഡ്രൈവ്സ് ഒരു ബെറ്റർ ഓപ്ഷനാണ്. ആൻഡ് ദീസ് ആർ സം ഓഫ് ദ എക്സാമ്പിൾ ഓഫ് വെഹിക്കിൾസ്. അടുത്തത് ഫോർ വീൽ ഡ്രൈവ്. ഓൾ വീൽ ഡ്രൈവ് പോലെ തന്നെ ഇവിടെ 4 വീലിലോട്ടാണ് നമ്മൾ പവർ ചെയ്യുന്നത്, ഓക്കെ, എനർജി കൊടുക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് ഇറ്റ് ഈസ് മോർ റോബസ്റ്റ് ആൻഡ് ക്യാൻ ഹാൻഡിൽ ഓഫ് റോഡ് ഡ്രൈവിംഗ്. ഓഫ് റോഡ് ഡ്രൈവിങ്ങിന് വേണ്ടി 4 വീൽ ഡ്രൈവ് ആണ് ബെറ്റർ ഓപ്ഷൻ. അപ്പം സം ഓഫ് ദ എക്സാമ്പിൾസ് ആണ് കാണിച്ചിരിക്കുന്നത്. റേഞ്ച് റോവർ ഓർ ദ ഫോർഡ് F-150, ആ കാർസൊക്കെ 4WD ആണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് മോഡേൺ ഡ്രൈവ് ട്രെയിൻ ആണ്. മോഡേൺ ഡ്രൈവ് ട്രെയിൻ എന്ന് പറയുമ്പം നേരത്തെ നമ്മൾ പഠിച്ചത് കൺവെൻഷണൽ ഡ്രൈവ് ട്രെയിൻ ആണ്. മോഡേൺ ഡ്രൈവ് ട്രെയിനിൽ ബാറ്ററി ഇലക്ട്രിക് വെഹിക്കിൾ, ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ, പ്ലഗ് ഇൻ ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ ആൻഡ് ഫ്യൂവൽ സെൽ ഇലക്ട്രിക് വെഹിക്കിൾ. ആദ്യത്തെ 3 എണ്ണം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. ഇവിടെ നമുക്ക് ഫ്യൂവൽ സെല്ല് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാം. ഫ്യൂവൽ സെൽ യൂസസ് കെമിക്കൽ റിയാക്ഷൻസ് ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷൻ കാരണമാണ് ഇവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Fuel cell vehicles carry the hydrogen in special high pressure tanks. And another ingredient for the power generating process is oxygen, which it acquires from the air sucked in from the environment. ഇപ്പോൾ എൻവയോൺമെൻറ്റിൽ നിന്നാണ് ഓക്സിജൻ ഡ്രോ ചെയ്യുന്നത്. അതുകൂടാതെ ഹൈ പ്രഷർ ടാങ്ക്സിൽ ഹൈഡ്രജൻ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അപ്പം ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും കെമിക്കൽ റിയാക്ഷൻ കാരണമാണ് ഇവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ ബൈ പ്രൊഡക്റ്റ് ഇസ് വാട്ടർ. Electricity generated from the fuel cells goes to an electric motor which drives the wheels. Excess energy is stored in storage system like batteries or supercapacitors. ഒരു ഫ്യൂവൽ സെൽ വെഹിക്കിളിൻ്റെ അറേഞ്ച്മെൻറ്റ് കാണിച്ചിരിക്കുകയാണ്. Advantages of FCVs are it can produce their own electricity which emits no carbon, enabling it to reduce its carbon footprint than any other EV. അപ്പോൾ ഇവിടെ പൊല്യൂഷൻ ഒന്നും ഉണ്ടാകുന്നില്ല ഫ്യൂവൽ സെൽ ഇലക്ട്രിക് വെഹിക്കിൾ യൂസ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ റീഫില്ലിംഗ് ദീസ് വെഹിക്കിൾസ് ടേക്സ് ദ സെയിം എമൗണ്ട് ഓഫ് ടൈം റിക്വയർഡ് ടു ഫിൽ എ കൺവെൻഷണൽ വെഹിക്കിൾ അറ്റ് എ ഗ്യാസ് പമ്പ്. ഇപ്പോൾ റീഫില്ലിങ്ങിന് ടൈം കുറവ് മതി. അതായത് ബാറ്ററി ഇലക്ട്രിക് വെഹിക്കിൾ അല്ലെങ്കിൽ ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിളിലെ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന അത്ര ടൈമൊന്നും ഫ്യൂവൽ സെൽ ഇലക്ട്രിക് വെഹിക്കിൾ എടുക്കുന്നില്ല. A major current obstacle in adopting this technology is the scarcity of hydrogen fuel station. Another disadvantage is the high cost of fuel cells. Another concern safety ആണ്. അതായത് ഫ്ലേമബിൾ ഹൈഡ്രജൻ ആവുമ്പം അത് ടാങ്കിൽ നിന്ന് ലീക്ക് ഔട്ട് ആവുമ്പം
കത്താനുള്ള ചാൻസ് ഉണ്ട്. അതൊരു മേജർ കൺസേൺ ആണ്. അപ്പം ഇതൊക്കെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ എലിമിനേറ്റ് ചെയ്യുവാണെങ്കിൽ this could really represent the future of cars. Let's see the impact of modern drivetrains on energy supply. First, impact on power grid, then impact on environment, impacts on economy. Impacts on power grid ൽ വരുമ്പം നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് വരുന്നത് വോൾട്ടേജ് ഇൻസ്റ്റബിലിറ്റി, ഇൻക്രീസ്ഡ് പീക്ക് ഡിമാൻഡ്, ഹാർമോണിക്സ്, വോൾട്ടേജ് സാഗ്, പവർ ലോസ്, ഓവർലോഡിങ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ്. അതായത് നമ്മൾ വെഹിക്കിൾ ഇപ്പം ഗ്രിഡിലോട്ട് കണക്ട് ചെയ്ത് നമ്മൾ പവർ എടുക്കുകയാണെങ്കിൽ അത്രയൊരു ഡിമാൻഡ് വരുമ്പം ഇത് കൂടുതലായിട്ട് വെഹിക്കിൾ നമ്പർ വരുമ്പം കൂടുതലായിട്ട് പവർ ഗ്രിഡ് കൊടുക്കേണ്ടി വരും. അങ്ങനെ നമുക്ക് കുറേ അധികം ഡിമാൻഡ് കൂടും, അങ്ങനെ കുറേ അധികം ലോസസ് ഉണ്ടാവും, ഇൻസ്റ്റബിലിറ്റീസ് ഉണ്ടാവും. ഓക്കെ, അപ്പം അതൊക്കെയാണ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് വരുന്നത്. അതുകൂടാതെ ട്രാൻസ്ഫോമർ ഓവർലോഡ് ആവാം, അതൊക്കെയാണ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് വരുന്നത്. പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് പറയുന്നത് ഫെസിലിറ്റേറ്റിംഗ് സ്മാർട്ട് ഗ്രിഡ്, V2G, ഇൻ്റഗ്രേഷൻ ഓഫ് റിന്യൂവബിൾ എനർജി സോഴ്സ്. V2G എന്ന് പറഞ്ഞാൽ വെഹിക്കിൾ ടു ഗ്രിഡ് ആണ്. അതായത് വെഹിക്കിളിൽ നിന്ന് നമുക്ക് ഗ്രിഡിലോട്ട് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇറ്റ് ഈസ് എ ന്യൂ ടെക്നോളജി. V2G എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടെക്നോളജി ദാറ്റ് എനേബിൾസ് എനർജി ടു ബി പുഷ്ഡ് ബാക്ക് ടു ദ പവർ ഗ്രിഡ് ഫ്രം വെഹിക്കിൾ. അതാണ് V2G. പിന്നെ ഇമ്പാക്ട്സ് ഓൺ എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റിൻ്റെ കേസ് നോക്കുമ്പം ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് കുറവാണ്. അതാണ് GHG, ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് കുറവാണ്. എക്കണോമിയിലുള്ള ഇമ്പാക്റ്റ് നോക്കുമ്പം ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറവാണ്. പിന്നെ ചാൻസസ് ടു ബെനിഫിറ്റ് ഫ്രം V2G അതായത് വെഹിക്കിൾ ടു ഗ്രിഡ്, നമുക്ക് എനർജി കൊടുക്കുമ്പം ഗ്രിഡിലോട്ട് എനർജി കൊടുക്കുമ്പം അങ്ങനെ കുറച്ച് കോസ്റ്റ് ബെനിഫിറ്റ് വരുന്നുണ്ട്. That's all. Thank you.